നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആചാരലംഘനങ്ങൾ നടത്തിയത് മറച്ചുപിടിച്ച് ശബരിമലയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് തങ്ങളാണെന്ന് അവകാശപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ പറഞ്ഞു കാണിക്ക ബഹിഷ്കരിക്കണമെന്ന്. ദേവസ്വം ബോർഡിന് കുറവ് വന്ന തുക പിന്നെ നൽകിയത് സർക്കാരാണ്. തീർത്ഥാടനം മുടക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ സർക്കാർ അത് തടയുകയായിരുന്നു. ഭക്തർ സംതൃപ്തരാണെന്നും പിണറായി വിജയൻ പറയുന്നു. വനിതാ മതിലിന് പിന്നാലെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചതും എതിർപ്പ് ഉന്നയിച്ച ഭക്തരെ തല്ലിച്ചതച്ചതും അറസ്റ്റ് ചെയ്തതെല്ലാം മറച്ചുവെച്ചാണ് ഇപ്പോൾ സഖാവിന്റെ പ്രസംഗം. അല്ല, ഇതാരായി പറയുന്നേ? ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസത്തിൽ ഇടപെട്ട് നെഞ്ചത്ത് കയറി ഞരങ്ങി തെരുവിലിട്ട് ചവിട്ടി കള്ളക്കേസിൽ കുടുക്കിയ പിണറായി വിജയനോ? ഇഷ്ടദൈവത്തിനോടുള്ള വിശ്വാസവും പാരമ്പര്യവും സംരക്ഷിച്ചു നിലനിർത്താൻ ശ്രമിച്ചു എന്ന് കാരണത്താൽ സ്ത്രീജനങ്ങളെ ഉൾപ്പെടെ തെരുവിലിട്ടിഴച്ച കള്ള രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായ ഇടതുപക്ഷ മുഖ്യൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുതിയ അടവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളം മുഴുവനുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ശബരിമല ആചാര സംരക്ഷകർക്ക് കള്ളക്കേസ് തെരഞ്ഞെടുപ്പ് ബോണസായി നൽകിയിട്ട് ഇപ്പോൾ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്നോ, സംഘാനുഭാവികൾക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നോ ഒരു ലേശം ഉളുപ്പ്. ഇടതുമുന്നണിക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഭക്തരുടെ വോട്ട് വേണം. ലക്ഷ്യം അതാണെങ്കിലും ഇത് വിഫലമാകുന്ന ചില നീക്കങ്ങൾ മാത്രമാണെന്ന് ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരു പക്ഷം ചേരലിനും മണ്ഡലകാലത്ത് കണ്ണീർ കുടിച്ച ഒരു ജനതയുടെ മാനസിക സമ്മർദ്ദവും അയ്യപ്പ വിശ്വാസികളുടെ വികാരങ്ങളുടെ വ്രണപ്പെടുത്തലും ഇന്നും ഹൈന്ദവ സംസ്കാരങ്ങളെ കാറ്റിൽ പറത്തുന്ന ഇടതുമുന്നണിയുടെ കിരാത നടപടികളോടൊന്നും ഈ ജനത മറക്കില്ല, പൊറുക്കില്ല. ഇനിയിപ്പോൾ ദേവേന്ദ്രൻ ചമന്ന് വന്നാലും കൊലപാതക രാഷ്ട്രീയ പാർട്ടിയുടെ കപടമുഖം എന്നേക്കുമായി പിഴുതെറിയും സംസ്കാര സമ്പന്നരായ ഹൈന്ദവജനം. അതിനി അധിക കാലമൊന്നും കാത്തിരിക്കാൻ വരില്ലെന്നതും പിണറായി വിജയൻ ഓർത്തിരിക്കണം. ഇത് പറയുന്നത് കേരളത്തിലെ മുറിവേറ്റ ഒരു ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിന്നെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.